ഹായ് ഗായ്സ്, ഐ ആം മാളു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ രാവിലെ തന്നെ അത്ര രാവിലെ ഇല്ല കേട്ടോ, കുറച്ച് നേരം വൈകിട്ട് എഴുന്നേറ്റ് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആരെയും കാണാനൊന്നുമില്ല. അപ്പോൾ അതാ എന്നെ അന്വേഷിച്ച് എൻ്റെ അപ്പ കുറച്ച് കൂടുന്നുണ്ടല്ലേ, എൻ്റെ അപ്പ കൂടുന്നുണ്ടെന്നൊരു കംപ്ലയിൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഒരു സംസാരത്തിൻ്റെ ടോണാണ്. ഞാനത് മാക്സിമം ഒഴിവാക്കാൻ നോക്കാം. അവൻ എന്നെ അന്വേഷിച്ച് വന്നായിരുന്നു രാവിലെ തന്നെ. അമ്മായിനിട്ട് തല്ല് പിടിക്കാനാണ് രാവിലെ തന്നെ അന്വേഷിച്ച് വന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീണ്ടും വന്നല്ലേ. അപ്പോൾ അമ്മ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറയായിരുന്നു, മോൻ തായ്ലൻഡിൽ പോയി വിശേഷം നോക്കിയിരിക്കുക അമ്മ എന്ന്. എൻ്റെ ഏട്ടൻ തായ്ലൻഡിൽ പോയിരിക്കുകയാണ്. ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ കണ്ടൊരു ഫ്രെയിമായിരുന്നു അത്. നമ്മൾ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരും അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അറിയുമ്പോഴാണ്. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ നോക്കിയ പോലെ നമ്മുടെ ഏട്ടത്തിമാരും അവരെ നോക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്കും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാളുടേതൊരു ടൈം ഉണ്ടായിരിക്കും. അതിലൊരാൾ മിസ്സിങ് ആട്ടോ. എൻ്റെ മൂത്ത ഏട്ടത്തി ഡെലിവറി കഴിഞ്ഞ് വീട്ടിലാണ്. ഞങ്ങൾ 3 പേരും, ഞാനും എൻ്റെ 2 ഏട്ടത്തിമാരും തമ്മിൽ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് കുറേ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അവരവരുടെ വിശേഷങ്ങളും ഞാൻ എൻ്റെ വിശേഷങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യും. അത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യുന്നൊരു ടൈമാണ്. അത് ഞങ്ങളുടെ മൂന്നാളുടെയും മാത്രം ഒരു ടൈമാണ്. താങ്ക് യു. ഇതെൻ്റെ 2ാമത്തെ ഏട്ടനാണ്. ആളെനിക്ക് രാവിലെ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നതാണ്. അമ്മ അത് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു വെച്ച് തുടങ്ങി. ഇന്നത്തെ സ്പെഷ്യൽ പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് പത്തിരിയും ചിക്കൻ കറി. അപ്പോൾ ഞാൻ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ പാട്ട് കച്ചേരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഇപ്പോഴത്തെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ പാട്ട് പാടി ഇരിക്കലാണ്. അവൻ ഇതാ എന്നതാ കളിക്കാൻ കൊണ്ടുപോയി. അവനും ഞാനും തമ്മിൽ മത്സരമായിരുന്നു. അതിൽ അവൻ ജയിച്ചതിൻ്റെ സന്തോഷമായിരുന്നു കാണാനുണ്ടായിരുന്നത്. കുറേ നേരം എൻ്റെ പിന്നാലെ നടക്കുന്നു കളിക്കാൻ വായോന്ന് പറഞ്ഞിട്ട്. പിന്നെ അളിയനും ക്രിക്കറ്റ് കളി തുടങ്ങി. പിന്നെ ഞാനും ചേട്ടനും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയായിരുന്നു. അങ്ങനെ ആ ബാറ്റ് പൊക്കാനുള്ള ആവത് പോലും എനിക്കുണ്ടായിരുന്നില്ല. ഒരു വിധം കഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ബാറ്റ് ചെയ്തിരുന്നത്. അപ്പോഴേക്കും അച്ഛനും ഏട്ടനും ഇതാ ഞങ്ങൾക്കുള്ള ഫുഡ് റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടും. ഇന്ന് പീച്ചിയിൽ അനിയൻ്റെയും അനിയത്തിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ആ സെലിബ്രേഷന് ഇവരെല്ലാവരും അങ്ങോട്ട് എത്തും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതായി ഇറങ്ങി. ഓക്കെ, നമ്മളിപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ പീച്ചിയിലോട്ട് പോവാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി അവിടെ നിന്നൊരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. അനിയൻ്റെ അനിയത്തിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് വരും. പിന്നെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് വരും. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ, ഫുഡും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അങ്ങനെ. ഓക്കെ, ബാക്കി വീഡിയോസ് ഇനി അവിടെ എത്തിയിട്ട് ഇവിടെ എത്തി ഗൈസ്. ഞങ്ങൾ വന്നപ്പോൾ ഞാനും അച്ഛനും യാദൃശ്ചികമായി വെള്ള ഡ്രസ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വെള്ളക്കൊമ്പ് പിടിച്ചാലോ. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് അമ്മേനെ കൊണ്ട് വെള്ള ടോപ്പും ചേട്ടനെ കൊണ്ട് വെള്ള ഷർട്ട് ഇടിയിപ്പിച്ചു. അങ്ങനെ ഞങ്ങളൊരു വെള്ള കോംബോ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഞാനും എൻ്റെ ഹസ്ബൻഡും അനിയനും അനിയത്തിയും അച്ഛനും അമ്മയും. ഇത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ഫംഗ്ഷനായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി ആകെ ഒരു ബഹളമയമായിരുന്നു. കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ടായിരുന്നു. 3 കൂടി എന്തോ കാര്യമായിട്ട് വർത്താനത്തിലാണ്. ഈ ഫ്രെയിമിൽ എൻ്റെ അമ്മയും എൻ്റെ മദർ ഇൻ ലോയും പിന്നെ ഉണ്ണിമോളുടെ അമ്മയാണ് കേട്ടോ ഉള്ളത്, അനിയത്തിയുടെ അമ്മ. നമ്മുടെ ഫാമിലി ഒത്തുകൂടുമ്പോൾ നമ്മുടെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയാണ്, ഈ പാട്ടും ഡാൻസൊക്കെ. എല്ലാവരും പിന്നെ ഒരേ വൈബായതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ റീൽസ് പ്രാക്ടീസ് തുടങ്ങി. അനിയത്തി ഇതാ ചേട്ടനെ കൊണ്ട് സ്റ്റെപ്പ് ഇടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഇനി കുറച്ച് നേരം ഞങ്ങളിവിടെ രാത്രി ഞങ്ങളുടേതൊരു ടൈമുണ്ട്. രാത്രി എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും. ഇന്ന് ഞങ്ങളുടെ കൂടെ വേറെ ആളും കൂടി ഉണ്ട് കേട്ടോ, ഉണ്ണിമോളുടെ അനിയനാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ കിടക്കാൻ പോവും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.